അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അശുദ്ധി സമയത്ത് എന്തെല്ലാം ഓതാം, എന്തെല്ലാം ഓതാൻ പറ്റില്ല എന്നതിനെ കുറിച്ചാണ്. ഹൈദ് കൊണ്ടും നിഫാസ് കൊണ്ടും ജനാബത്ത് കൊണ്ടും ഉണ്ടാകുന്ന വലിയ അശുദ്ധി കൊണ്ടും ഖുർആൻ പാരായണം ഹറാമാണ്. അത് അല്പമാണെങ്കിലും ഖുർആനാണെന്ന ഉദ്ദേശത്തോടെ ഓതൽ ഹറാമാണ്. അതേ സ്ഥാനത്ത് ഖുർആനിൽ വന്ന അദ്കാറുകൾ, ഉദാഹരണമായി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്നത്, വസ്ത്രം ധരിക്കുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, ഇവയെല്ലാം ദിക്ർ ആണെന്ന ഉദ്ദേശത്തോടെ ചെല്ലാവുന്നതാണ്. ഖുർആൻ അല്ലാത്ത മുഴുവൻ അദ്കാറുകളും, തസ്ബീഹുകൾ, തഹ്മീദുകൾ, സ്വലാത്തുകൾ, ഹദ്ദാദ്, മൗലീദുകൾ ഇതെല്ലാം അശുദ്ധി സമയത്ത് ഓതാവുന്നതാണ്. ഖുർആൻ ആണെന്ന ഉദ്ദേശത്തോടെ അല്പം പോലും, ഒരു അർഫ് ആണെങ്കിൽ പോലും ഓതാൻ പാടില്ല, ഹറാമാണ്. ഖുർആനിൽ പ്രത്യേകം വന്ന അദ്കാറുകൾ അശുദ്ധി സമയത്ത് ദിക്ർ ആണെന്ന ഉദ്ദേശത്തോടെ മാത്രം ചൊല്ലുക. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറയുന്നത് പോലെ. അസ്സലാമു അലൈക്കും.